നെല്ലിയാമ്പതി ഒരു ഹിൽ സ്റ്റേഷൻ കയറി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് നല്ല സ്പോട്ടുകളൊക്കെ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പറ്റും. അതിൽ ഏറ്റവും മനോഹരമായിട്ടുള്ളത് വീട്ടിൻ്റെ തന്നെ ഏറ്റവും നല്ലൊരു എസ്റ്റേറ്റ്. അതിൻ്റെ അകത്തൂടെ ഭംഗിയുള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഏകദേശം 3 കിലോമീറ്ററൊക്കെ ഡ്രൈവ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് വ്യൂ പോയിൻറ്റ്സ് ഒക്കെ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നതാണ്. ഇതും കഴിഞ്ഞ് നമുക്ക് കാടിൻ്റെ അകത്തൂടെ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് പക്ഷികളെ ഇതിനൊക്കെ എക്സ്പ്ലോർ ചെയ്തിട്ട് അകത്ത് പോയി കഴിഞ്ഞാൽ പോത്തുണ്ടി ഡാമിൻ്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വ്യൂ ഒക്കെ കണ്ടിട്ട് തിരിച്ചു വരാൻ പറ്റുന്നതാണ്. ഞാൻ നെല്ലിയാമ്പതി വരുന്ന ഒരു റൂട്ട് കുതിരാൻതുരങ്കം തൃശ്ശൂർ വഴി പിന്നെ പോത്തുണ്ടി ഡാം ഇതൊക്കെ എക്സ്പ്ലോർ ചെയ്തിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ നെല്ലിയാമ്പതി കയറുന്ന സമയത്ത് പോത്തുണ്ടി ഡാമിൻ്റെ ഒരു വ്യൂ ഒക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അടങ്ങുന്ന ഒരു വീഡിയോ ഇതിൻ്റെ മുമ്പ് ഈ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ വൈൻഡപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു വ്യൂ പോയിന്റിൻ്റെ അടുത്ത് വെച്ചിട്ടാണ്. അപ്പോൾ ഇനി ഇവിടെ സൂര്യനെല്ലിയിൽ കാണാനുള്ള സ്പോട്ടുകൾ എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് അടുത്ത് ചെയ്യാനായിട്ടുള്ളത്. ഇത് ഇവിടുത്തെ ഒരു വ്യൂ പോയിന്റ് കഴിഞ്ഞിട്ട് പുറത്ത് വരുന്ന ഒരു തേയില എസ്റ്റേറ്റ് പോകുന്ന സമയത്ത് കണ്ടിട്ടുണ്ടാവും. നമ്മൾ ആ ഒരു റൂട്ടിലൂടെയാണ് ഇങ്ങോട്ട് ഒരു വ്യൂ പോയിന്റിൻ്റെ അകത്തോട്ട് കയറി വന്നിട്ടുണ്ടായിരുന്നത്. ഈ വീഡിയോയിൽ നമുക്ക് വീട്ടിൻ്റെ ഒക്കെ ആ തേയില എസ്റ്റേറ്റ് ആണ് മെയിനായിട്ട് കാണാനുള്ളത്. ഈ തേയില എസ്റ്റേറ്റിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വ്യൂ ഒക്കെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചതാണ്. നെല്ലിയാമ്പതിൽ ഒരുപാട് വ്യൂ പോയിന്റ്സ് ഒക്കെ ഉണ്ടെങ്കിലും വൺ ഓഫ് ദ ബെസ്റ്റ് വ്യൂ പോയിന്റ് ആണ് കേശവമ്പാറ. അങ്ങോട്ടാണ് ഇനി പോകാനായിട്ടുള്ളത്. കാരണം ഒരു ചെറിയൊരു ഫോറസ്റ്റിൻ്റെ അകത്തൂടെ ഇങ്ങനെ നടന്നിട്ട് വേണം ഒരു വ്യൂ പോയിന്റിൻ്റെ അങ്ങോട്ട് എത്താനായിട്ട്. അപ്പോൾ പോകുന്ന വഴി നമ്മൾ ഒരു വില്ലേജിലെത്തി കഴിഞ്ഞപ്പോൾ ഒരുപാട് പോക്കറ്റ് റോഡുകളൊക്കെ ഈ ഒരു തേയില എസ്റ്റേറ്റിൻ്റെ അകത്തൂടെ പോകുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എങ്ങോട്ടാണ് പോകുന്നത്, അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ആകാംക്ഷയിൽ ജസ്റ്റ് ഒരു പോക്കറ്റ് റോഡിൻ്റെ അകത്തൂടെ ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ പോകുന്ന വഴി ഇതുപോലെ വില്ലേജിലെ ആളുകളെയൊക്കെ ഇങ്ങനെ നടന്ന് പോകുന്നതൊക്കെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഈ റോഡ് എത്ര ദൂരം പോകുന്നുള്ള അറിയില്ല, പക്ഷെ ഇവിടെ വെച്ചിട്ട് ഈ കോൺക്രീറ്റ് ആയിട്ടുള്ള റോഡ് അങ്ങനെ എൻഡാകുകയാണ്. അപ്പോൾ ഇനി എന്തായാലും ഇവിടുന്ന് മുന്നോട്ട് പോകാൻ പ്ലാനില്ല. കാരണം ഇവിടെ ലോക്കൽസ് താമസിക്കുന്നവർ കൃഷി ചെയ്യുന്ന ഒരു സ്പോട്ടിലാണ് എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇനി ഇവിടെ വന്നിട്ട് ഇവരെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയുള്ള ഏർപ്പാടല്ല. കാരണം നമ്മൾ ഇവിടെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് കേശവമ്പാറിൻ്റെ അങ്ങോട്ട് പോവാം. കേശവമ്പാറിന് അങ്ങോട്ട് പോകുന്നുള്ള ഒരു എൻട്രൻസ് ആണ് ആ റോഡിലേക്കുള്ളത്. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് വീട്ടിൻ്റെ എസ്റ്റേറ്റ്. നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് വീട്ടിൻ്റെ എസ്റ്റേറ്റ് ഒക്കെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകാനായിട്ടുണ്ട്. അപ്പം അതിൻ്റെ മുമ്പ് ഇവിടുന്ന് കുറച്ച് ദൂരം ഇങ്ങനെ ഒരു ഫോറസ്റ്റ് ആണ്. നമ്മൾ റൈറ്റ് സൈഡ് ഒരുപാട് ഫോറസ്റ്റ് ഇതൊക്കെ കടന്നിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അതിൻ്റെ ഒരു സൈഡാണ് എൻഡാണിത്. അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡിലൂടെ നമുക്ക് അങ്ങനെ നടന്നിട്ട് വേണം കേശവൻപാറ വ്യൂ പോയിന്റിൻ്റെ അങ്ങോട്ട് പോകാൻ. പക്ഷേ അതിൻ്റെ മുമ്പായിട്ട് ഇവിടുന്ന് ടിക്കറ്റ് എടുക്കേണ്ടതായിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. കാരണം ഇവിടെ ഒരു ടിക്കറ്റ് കൗണ്ടർ ഇതൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ സമയം ഇതൊക്കെ ബോർഡിൽ എഴുതിയിട്ടിട്ടുണ്ട്. 5 മണി വരെയാണ് ഇവിടെ എൻട്രൻസ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ AVT എസ്റ്റേറ്റിൻ്റെ അങ്ങോട്ട് പോകുന്നതിൻ്റെ മുമ്പ് ഇവിടെ വ്യൂ പോയിന്റ് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇവിടെ ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ വരുന്നുണ്ട്. ഇവിടെ അടുത്ത ഒക്കെ ഉള്ള ആളുകളാണെന്ന് തോന്നുന്നുണ്ട് കൂടുതലും. ഈ വഴീൻ്റെ റൈറ്റ് സൈഡിൽ വലിയൊരു കാടാണുള്ളത്. അത് വരുന്ന വഴി ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഒരുപാട് പക്ഷികളൊക്കെ വരുന്ന വഴി ഉണ്ടായിരുന്നു. കൂടുതലായിട്ടും മയിലുകളാണ് കൂടുതലുണ്ടായിരുന്നത്. പിന്നെ ഇവിടെ ചീവിടിൻ്റെ സൗണ്ട് ഭയങ്കരമായിട്ടുള്ളതുകൊണ്ട് തന്നെ പക്ഷികളെ സൗണ്ടൊന്നും ശരിക്കും കേൾക്കാൻ പറ്റുന്നില്ല. ആ ഒരു വഴിയിൽ നിന്ന് ജസ്റ്റ് ഒരു കാടിൻ്റെ അകത്തോട്ട് റൈറ്റ് സൈഡിലേക്കൊന്ന് ഇറങ്ങി നോക്കിയതാണ്. കൂടുതൽ അകത്തോട്ടൊന്നും പോകാൻ പറ്റില്ല. ഇവിടെ നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റുന്ന ഒരു സ്പോട്ട്, ഒരു മരമൊക്കെ വീണ് കിടക്കുന്നുണ്ട്. കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് കയറി നോക്കിയെന്നേ ഉള്ളൂ. ഫോറസ്റ്റ് നിരോധിത മേഖലയാണ്, അതുകൊണ്ട് അധികം അങ്ങോട്ടൊന്നും പോകാൻ പറ്റില്ല. അകത്തോട്ടൊക്കെ നല്ല കാടാണ്, മൃഗങ്ങളൊക്കെ ഇറങ്ങുന്ന ഒരു സ്പോട്ടൊക്കെയാണത്. നമ്മളിങ്ങനെ ഈ ഒരു റൂട്ടിൽ നടക്കുന്നതിനനുസരിച്ച് തന്നെ ഒരു കാടിൻ്റെ അകത്തോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇപ്പോൾ 2 സൈഡിലായിട്ടും ഇപ്പോൾ നല്ല കാടാണ്. പിന്നെ നല്ല പോലെ തന്നെ ചീവിടിൻ്റെ സൗണ്ടും വരുന്നുണ്ട്. പിന്നെ അകത്തുനിന്നൊക്കെ ഇതുപോലെ ഒരുപാട് പക്ഷികളെ സൗണ്ടൊക്കെയാണ് കേൾക്കുന്നത് ഇവിടെയൊക്കെ. അങ്ങനെ മൃഗങ്ങളെ സൗണ്ടൊന്നും ഇതുവരെ കേൾക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ കറക്റ്റായിട്ട് ഇത് എത്ര ദൂരം ഉണ്ടെന്ന് അറിയില്ല. ഏകദേശം ഒരു 2 കിലോമീറ്ററിൻ്റെ അടുത്ത് തന്നെ അങ്ങോട്ട് നടക്കാനായിട്ടുള്ളൂ. ഈ ഒരു വഴിയിലാണ് ഞാൻ നടന്നു വന്നത്. ഇതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ഫോറസ്റ്റിൻ്റെ എന്തോ ഒരു കെട്ടിടമൊക്കെ ഉണ്ട്. അത് കാട് പിടിച്ച് കിടക്കുകയാണ്. അങ്ങനെ ഇതാണ് കേശവൻപാറ. വലിയൊരു പാറയാണിത്.
ഇതിൻ്റെ അപ്പുറത്തെ സൈഡാന്ന് തോന്നുന്നു വ്യൂ പോയിന്റ്. അപ്പോൾ അതാണ് ഇതിന് കേശവം പാറ എന്ന് പറഞ്ഞിട്ട് പേര് വന്നിട്ടുള്ളതെന്ന് തോന്നുന്നത്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ മേലെ ഒന്ന് കയറി നോക്കട്ടെ. അവിടെ ഒരു കൂട് പോലെയൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അവിടെ ഒന്ന് പോയി നോക്കാം. ഇത് കണ്ടിട്ട് എന്താന്നുള്ളത് ശരിക്കും എനിക്ക് മനസ്സിലായില്ല. മുമ്പെന്നോ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു കൊടിമരം അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നത്. ഇതിൻ്റെ ബാക്കി ചരിത്രങ്ങളൊന്നും എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. അപ്പോൾ അതൊക്കെ പൊട്ടി വീണിട്ടുണ്ട്. അതിൻ്റെ ഒരു കൊടിമരത്തിൻ്റെ തൂണാന്ന് തോന്നുന്നു പൊട്ടി വീണ് കിടക്കുന്നത് കാണാം. പിന്നെ ഇതാണ് ഇതിൻ്റെ മേലെ കയറി കഴിഞ്ഞാലുള്ള ഒരു വ്യൂ. ഇനി അപ്പുറത്തെ സൈഡിലോട്ടൊന്ന് പോയി നോക്കാം. ഇതാണ് നമ്മൾ വന്ന ഒരു സൈഡിലെ കാട് ഞാൻ പറഞ്ഞില്ലേ, ആ കാടാണ് ആ കാണുന്നത്. ആഹാ, നല്ല അടിപൊളി വ്യൂ ആണ് ഇവിടെ നോക്കുമ്പോൾ. ഞാൻ ഇപ്പോൾ ഈ മലൻ്റെ ഏറ്റവും ടോപ്പിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് ഫ്രണ്ടിലോട്ട് നോക്കുമ്പോൾ ആ ഒരു മലയൊക്കെ കാണുന്നത് നല്ല അടിപൊളിയാണ്, രണ്ട് സൈഡിലായിട്ടും. പിന്നെ അവിടെ താഴെ കാണുന്നുണ്ടല്ലോ ആ ഒരു പുഴ, അത് നമ്മൾ പോത്തുണ്ടി ഡാം, അവിടെ നിന്നാണ് നമ്മൾ കയറി വന്നിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ വീഡിയോയിൽ കാണും. ഇനി ഇതിൻ്റെ ഏറ്റവും നല്ല വ്യൂ കിട്ടുന്ന അവിടെ താഴെയാണ്. അതാണ് ശരിക്കുള്ള വ്യൂ പോയിന്റ്. എന്തായാലും അവിടെ ഒന്ന് പോയി നോക്കാം. നമ്മൾ അവിടുന്ന് വരുന്ന സമയത്ത് ഒരുപാട് പേരെ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ കൂടുതലാരും ഇങ്ങോട്ട് എത്തിപ്പെട്ടിട്ടില്ല. കാരണം ഒരുപാട് ദൂരം നടക്കാനുണ്ട്. ഇതാണ് ഇതിൻ്റെ ശരിക്കുള്ള ഒരു വ്യൂ പോയിന്റ്. ഇവിടെ ഒരു ഗ്രില്ലൊക്കെ വെച്ച് അടച്ചിട്ടുണ്ട്. ഇതുവരെ നമുക്ക് വരാൻ പറ്റുള്ളൂ. വേണ്ടിയില്ലേ, നിരന്ന് നിൽക്കുന്ന ഇവിടുന്ന് അങ്ങോട്ട് വലിയൊരു മലയാണ്. ആ ഭാഗത്തോട്ടൊന്നും ശരിക്കും ആർക്കും എൻട്രൻസ് ഇല്ല. ഫോറസ്റ്റിൻ്റെ ഒരു ഭാഗമാണ്. ചെറിയ വെയിലടിക്കുന്നുണ്ടെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു തണുത്തൊരു ക്ലൈമറ്റും പിന്നെ ഒരു കാറ്റൊക്കെ അടിക്കുന്നതിനെ കൊണ്ട് അത്ര അങ്ങ് ടയേർഡായിട്ടൊന്നുമില്ല ഇവിടെ വന്നുകൊണ്ട്. പിന്നെ എന്തായാലും ഈ ഒരു വ്യൂ പോയിന്റിൻ്റെ ഈ ഒരു ഭാഗത്തോട്ട് എത്തിയത് കൊണ്ടിട്ട് ഈ ഒരു കാഴ്ചയൊക്കെ കാണാൻ പറ്റിയതിൽ നല്ല സന്തോഷമുണ്ട്. ഒരുപാട് ദൂരം നടന്ന് ക്ഷീണിച്ചുകൊണ്ടാണ് ഒരുപാട് പേര് ഇതുപോലെ ഇങ്ങനെ വരുന്ന വഴിയിലൊക്കെ ഇരിക്കുന്നത് കാണാം. ഒരു ചെറിയ പയ്യനൊക്കെ ഇരിക്കുന്നുണ്ട്. എന്തായാലും ഇവിടുന്ന് അങ്ങോട്ട് ഇരുന്ന് നോക്കുമ്പോഴുള്ള കാഴ്ചകളൊക്കെ ആ ഒരു ഇരുത്തത്തിന് ബോറടിപ്പിക്കൂല. പിന്നെ ഇവിടെ വരുമ്പോൾ കുറച്ച് വെള്ളമൊക്കെ കയ്യിൽ കരുതുന്നത് നല്ലതാണ്. എനിക്ക് ഈ കേശവൻപാറിൻ്റെ ഇതിൽ ഞാൻ ചുറ്റും നടന്ന് നോക്കുമ്പോൾ ഏറ്റവും ഭംഗിയുള്ള ഒരു സ്പോട്ടായിട്ട് തോന്നിയത് ഈ ഒരു സ്പോട്ടാണ്. ഇവിടുന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ ആ ഒരു മലൻ്റെ ബാക്കിലായിട്ട് ആ സൂര്യൻ അസ്തമിക്കുന്നു, ഇതൊക്കെ ആയിട്ട് നല്ല ഒരു കാഴ്ചയാണ് ഇവിടുന്ന് കിട്ടിയത്. ഇതെന്താ സംഭവം എന്നുള്ളത് ശരിക്കും മനസ്സിലായില്ല. ഇവിടെ ഒരു സൈഡിലായിട്ട് ഇതുപോലെ ഒരു ചെറിയൊരു കുഴിയൊക്കെ ഉണ്ട്. അതിൻ്റെ സൈഡിലായിട്ട് ഇതുപോലെ കരിങ്കല്ലും കൊണ്ടൊക്കെ കെട്ടുന്നുണ്ട്. എന്താ സംഭവം എന്നുള്ളത് മനസ്സിലായില്ല. എന്തെങ്കിലും വെള്ളത്തിൻ്റെ പദ്ധതിയോ അങ്ങനെ എന്തെങ്കിലും സംഭവമാണോ, ശേഖരിക്കാൻ വേണ്ടി വെച്ചാണോ, ഇല്ല പഴയ എന്തോ കുളം അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നതാണോ എന്നൊന്നും അറിയില്ല. പിന്നെ ഇവിടെ അങ്ങനെ ഒരു ബോർഡൊക്കെ എന്തോ എഴുതാൻ വേണ്ടിയിട്ട് പെയിൻ്റ് അടിച്ചിട്ട പോലെയൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇവിടെ ഭ്രമരം എന്ന് പറഞ്ഞിട്ടുള്ള സിനിമേൻ്റെ ഷൂട്ടിംഗ് ഒക്കെ നടന്നിട്ടുള്ള ഈ ഏതോ ഒരു സ്പോട്ടിലാണ് ഇവിടെ അടുത്തുള്ളത്. അപ്പോൾ അവിടെ കാണല്ല, അതുപോലുള്ള ഏതോ ഒരു പാറിൻ്റെ മേലേക്ക് ജീപ്പ് ട്രക്കിംഗ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്തിട്ട് പോകാൻ പറ്റും. അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ താഴെ വന്നു കഴിഞ്ഞാൽ തന്നെ അറിയാൻ പറ്റും. ജീപ്പൊക്കെ ഒരുപാട് ജീപ്പൊക്കെ അവിടെ താഴെ നിർത്തിയിട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വന്നിട്ട് എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ജീപ്പിൽ പോയി കഴിഞ്ഞാൽ ഈ ഭ്രമരം ഷൂട്ട് ചെയ്ത ആ ലൊക്കേഷനൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അവിടെ താഴ്ന്ന് കേട്ടത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ മേലായിട്ട് ഒരു ചെറിയൊരു ഷെഡ് പോലെയൊക്കെ കാണാൻ പറ്റും, ഒരു കൂടാരം പോലെ. വീഡിയോയിൽ ശരിക്കും കാണുന്നുണ്ടെന്ന് അറിയില്ല, പക്ഷേ ഇവിടെ റിയലായിട്ട് വന്ന് നിന്ന് നോക്കുമ്പോൾ ശരിക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ആ ഭാഗത്തോട്ടൊക്കെ ആ ജീപ്പ് ട്രക്കിംഗ് ഒക്കെ പോകുന്നുണ്ടെന്നാണ് തോന്നുന്നത് ഇവിടെ നോക്കുമ്പോൾ. കാരണം ആളുകളൊക്കെ ചെല്ലുന്നൊരു സ്പോട്ടായിട്ടാണ് തോന്നുന്നത്. പിന്നെ നമ്മൾ സമയമില്ലാത്തതിനെ കൊണ്ട് ഇന്ന് ജീപ്പ് ട്രക്കിങ് ഇതൊന്നും എടുക്കുന്നില്ല. കുഞ്ഞൊരു ടൈം വരികയാണെന്നുണ്ടെങ്കിൽ ജീപ്പ് ട്രക്കിംഗ് ഒക്കെ എടുക്കുന്ന പോലെ നോക്കണം. നമ്മൾ ആദ്യം പ്ലാൻ ചെയ്ത പോലെ തന്നെ അവിടെ കേശവൻപാറയിൽ നിന്ന് ഇറങ്ങി ചെറിയൊരു ടീ ബ്രേക്കൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ വീട്ടിൻ്റെ ഈ ഒരു തേയിലത്തോട്ടത്തിലൂടെയുള്ള ഒരു ഡ്രൈവിന് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഏകദേശം 3 കിലോമീറ്റർ വരുന്നുണ്ട് ഈ റൂട്ട് എന്നാണ് പറഞ്ഞത്. ഈ ഒരു തേയിലത്തോട്ടത്തിലൂടെ മുഴുവനായിട്ടും വീട്ടിൻ്റെ ഒരു എസ്റ്റേറ്റ് തന്നെയാണ് ഇത്. അത് കറക്റ്റായിട്ട് എത്ര ഏക്കറിലാണ് ഇത് വരുന്നത് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും കറക്റ്റായിട്ട് അറിയാൻ പറ്റിയില്ല. ഞാൻ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷേ അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഡീറ്റെയിൽസ് ഒന്നും ഇവിടെയും കിട്ടിയിട്ടില്ല. അത് അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൊക്കെ വന്ന് പറയാം. പിന്നെ എന്തായാലും നല്ല ഭംഗിയുള്ളൊരു ടീ എസ്റ്റേറ്റ് തന്നെയാണ് ഈ വീട്ടിൻ്റെ. ഇതിലൂടെയുള്ള ഒരു യാത്രയൊക്കെ എന്തായാലും നല്ല എക്സ്പീരിയൻസ് തന്നെയാണ് കിട്ടുന്നത്.
മുമ്പിലൊരു ജീപ്പ് ജസ്റ്റ് ഇപ്പോൾ പാസ് ചെയ്ത് പോയിട്ടുള്ളൂ. അതൊക്കെ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ട്രക്കിങ്ങിന് കൊണ്ടുപോകുന്ന ജീപ്പാണ്. അപ്പോൾ അവിടുന്ന് ഇങ്ങോട്ട് വരുന്ന ഒരു ജീപ്പ് കണ്ടില്ലേ, ഇതൊക്കെ ഇവിടെ ട്രക്കിങ്ങിന് ഒരുപാട് ജീപ്പുകളൊക്കെ അവൈലബിൾ ഉണ്ട്. അവിടെ താഴെ നെല്ലിയാമ്പതി ടൗണിൽ വന്നു കഴിഞ്ഞാൽ തന്നെ അതൊക്കെ കിട്ടും. പിന്നെ നല്ല ഭംഗിയുള്ള തേയിലത്തോട്ടാണെങ്കിലും ശരി, ഇവിടുത്തെ റോഡ് അത്ര ഭംഗിയുള്ളതാണെന്ന് പറയാൻ പറ്റില്ല. ഒരു ഏവറേജ് എക്സ്പീരിയൻസ് ആണ് ഇവിടെ റോഡിലിരുന്ന് കിട്ടിയതെന്ന് തന്നെ പറയാം. കാരണം നമ്മൾ ഇപ്പോൾ അടുത്തായിട്ട് ഞാൻ ഈ ഒരു എസ്റ്റേറ്റിൻ്റെ അകത്തൂടെയൊക്കെ യാത്ര ചെയ്തെല്ലാം നല്ല റോഡുകളാണ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. ഇവിടെ കമ്പാരിറ്റീവ്ലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്ര നല്ല റോഡല്ല, പക്ഷേ ഈ ഒരു റൂട്ടിലുള്ള കാഴ്ചകളൊക്കെ എന്തായാലും നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ്. കാരണം ഫ്രണ്ടിൽ ആ മലകളും, മെയിനായിട്ട് നമ്മൾ ഏത് ഒരു തേയില എസ്റ്റേറ്റിൻ്റെ അകത്തൂടെ യാത്ര ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നല്ല എക്സ്പീരിയൻസ് തന്നെയാണ് സാധാരണ കിട്ടാറുള്ളത്. പിന്നെ പാർലമെൻറ്റ് ഇലക്ഷൻ നടക്കുന്ന സമയം അതിനെ കൊണ്ടാണ് ഈ റോഡ് സൈഡിലൊക്കെ ഇഷ്ടം പോലെ കോൺഗ്രസിൻ്റെ കൊടികളൊക്കെ കാണുന്നത്. എന്തായാലും നെല്ലിയാമ്പതിയിൽ ഏവിട്ട് ഇങ്ങനെ ഒരു തേയില എസ്റ്റേറ്റ് ഉണ്ടാക്കിയതിനെ കൊണ്ടാണ് ഇവിടെ വന്നിട്ട് ഒരുപാട് സ്പോട്ടുകൾ, വ്യൂ പോയിൻ്റൊക്കെ പോയിട്ട് ഇങ്ങനെ ഒരു തേയില എസ്റ്റേറ്റും വന്നിട്ട് ഡ്രൈവ് ചെയ്ത് ആസ്വദിക്കാൻ പറ്റിയത്. പക്ഷേ ഇനിയൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു എസ്റ്റേറ്റ് കഴിഞ്ഞിട്ട് ഒരു ഹാങ്ങിങ് ബ്രിഡ്ജും വരുന്നുണ്ട്. ഹാങ്ങിങ് ബ്രിഡ്ജ് എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു, ഫോട്ടോയിലും വീഡിയോയിലൊക്കെ ആയിട്ട്. നല്ല സ്പോട്ടാണ്, പക്ഷേ മഴ പെയ്യുന്ന സമയത്താണ് അവിടെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളത്. സോ ഈ ഒരു സമയത്ത് അവിടെ അത്ര പോയിട്ട് മുതലാവുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് ഞാൻ അവിടെ പോകാൻ ഉദ്ദേശിക്കുന്നില്ല. എന്തായാലും ഇത്ര ദൂരം ഡ്രൈവ് ചെയ്ത് വന്ന ഒരു റോഡ് ഈ ഒരു വ്യൂവിൽ ഒരു വീഡിയോ എടുത്ത് കാണിക്കാമെന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ മേലെ വലിഞ്ഞ് കയറിയതാണ്. ഈ ഒരു എസ്റ്റേറ്റിൻ്റെ ഒരു ടോപ്പിൽ നിന്നിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത്. ഇതുപോലെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റൂട്ടിലൂടെയാണ് ഇതുവരെ ഡ്രൈവ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നത്. വീട്ടിൻ്റെ തേയില എസ്റ്റേറ്റിൻ്റെ അകത്ത് നല്ലൊരു ഡ്രൈവിംഗ് ഒക്കെ പോയിട്ട് അങ്ങനെ ഇപ്പോൾ തിരിച്ചിറങ്ങുകയാണ്. ഇപ്പോൾ ചുരം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അവിടെ നെല്ലിയാമ്പതിയിൽ നിന്ന്. അപ്പോൾ പോകുന്ന സമയത്ത് നമ്മളൊരു സംഭവം പറഞ്ഞിട്ടുണ്ടായിരുന്നേ, ചുരത്തിലുള്ള ഒരു വ്യൂ പോയിൻ്റ് എക്സ്പ്ലോർ ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മളിവിടെ ചുരം കയറി വരുന്ന സമയത്ത് ഇങ്ങനെ ഒരുപാട് വ്യൂ പോയിൻ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. ഇതൊരു മിലിറ്ററി ഇത് കളറിലാണ് ഇവിടെ പില്ലറൊക്കെ പെയിൻ്റ് അടിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മേലെ കയറിയിട്ടുള്ള ഒരു വ്യൂ എങ്ങനെയാണെന്നുള്ള ഒന്ന് ശരിക്ക് വരുന്ന സമയത്ത് കാണാമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. വരുന്ന സമയത്ത് അട്രാക്ഷൻ തോന്നിയ വേറൊരു സംഭവമായിരുന്നു ഈ ഒരു അമ്പലം. ഇവിടെ ഒറ്റപ്പെട്ട് ഈ ചുരത്തിൻ്റെ മേലെ ഇങ്ങനെ ഒരു അമ്പലം കണ്ടപ്പോൾ ജസ്റ്റ് വരുന്ന വഴി എന്തായാലും ഇവിടെ നിർത്തിയിട്ട് ഇതൊന്ന് കണ്ടു നോക്കാം എന്ന് കരുതിയത്. അവിടെ വരുമ്പോൾ ഇതാണ് ഒരു ചെറിയൊരു അമ്പലമാണ്. അതുപോലെ ഒരു നീല കളറിൽ നീല പെയിൻ്റൊക്കെ അടിച്ചിട്ട് ഒരു മണിയൊക്കെ വെച്ചിട്ടുണ്ട് ഫ്രണ്ടിൽ കയറുന്ന സ്ഥലത്ത്. പിന്നെ ഇതിൻ്റെ മെയിൻ അതെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചുരത്തിൻ്റെ ഒരു സൈഡിലായിട്ടാണ് ഈ ഒരു അമ്പലം ഇത് വെച്ചിട്ടുള്ളത്. നെല്ലിയാമ്പതിയിലെ ഒട്ടുമിക്ക കാഴ്ചകളും കണ്ടിട്ട് ഇവിടുന്ന് ചുരം ഇറങ്ങുകയാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരാം. ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. താങ്ക് യു.